പ്രിൻസിപ്പാൾ ഏതെങ്കിലും തരത്തിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ പോലീസ് നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. പോലീസ് വിദ്യാർത്ഥികളെ അവിടെ നിന്ന് ഒഴിപ്പിക്കാനുള്ള ശ്രമം ഒരു ഘട്ടത്തിൽ നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രിൻസിപ്പാളിൻ്റെ ഇവിടെ നേരത്തെ ഉണ്ടായ സംഭവമാണ്. പ്രിൻസിപ്പാൾ ഇതിനിടയിലൂടെ കാർ ഓടിച്ച് കയറ്റി കോളേജിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു എന്നതാണ് അതിലെ ആ ദൃശ്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് അവിടെ ഇപ്പോൾ ശക്തമായ സമരം ആരംഭിച്ചിരിക്കുന്നത്. ഗേറ്റിന് വെളിയിൽ വിദ്യാർത്ഥികൾ ഒന്നായി തമ്പടിച്ച് പെരുമഴയെ അവഗണിച്ചുകൊണ്ട് സമര രംഗത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. 5 ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു നോട്ടീസ് ഇന്നലെ കോളേജ് മാനേജ്മെൻറ്റ് പുറത്തിറക്കിയിരിക്കുന്നു എന്നുള്ളതൊഴിച്ചാൽ ഈ സമരവുമായി ബന്ധപ്പെട്ട് അതിനെ അഡ്രസ്സ് ചെയ്യുന്നതിനോ നേരിട്ട് അവരോട് സംസാരിക്കുന്നതിനോ വിദ്യാർത്ഥികളോട് കാര്യങ്ങൾ സംവദിക്കുന്നതിനോ ഒന്നുമുള്ള ഒരു ശ്രമം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. അതേ തുടർന്നാണ് ഏറ്റവും ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഇവർ കടന്നിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കിടയിലേക്ക് മാനേജ്മെൻറ്റിൻ്റെയോ കോളേജിൻ്റെയോ ഭാഗമായ ആളുകൾ ഇടിച്ചു കയറാൻ ശ്രമിക്കുമ്പോൾ അത് പോലീസ് തടയുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതിനിടയിലൂടെയാണ് അവർ കടന്നു പോയത്. കോളേജ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായുള്ള ആളുകൾ അതിനിടയിലൂടെ കടന്നു പോവുകയാണ് ചെയ്തത്. അവരെ പോലീസ് ഈ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് കയറുന്നതിൽ നിന്ന് തടയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുവരെ ഈ മാനേജ്മെൻറ്റ് ഇക്കാര്യത്തിൽ ഒരു മാപ്പ് പറയേണ്ടതുണ്ട് ഈ വിദ്യാർത്ഥിയുടെ മരണത്തിൽ എന്നതാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട ആവശ്യം. മാനേജ്മെൻറ്റ് ഒരു തരത്തിലും ഈ അരുണാചൽ പ്രദേശ് സ്വദേശിയായ വിദ്യാർത്ഥിയുടെ മരണത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അത് കുറ്റകരമായ വീഴ്ചയാണ്, മാപ്പ് പറയേണ്ടതുണ്ട്. അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ പ്രിൻസിപ്പലും ഡീനും ഈ ചുമതലകളിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട് എന്ന ആവശ്യങ്ങളൊക്കെയാണ് ഉന്നയിക്കുന്നത്.